എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇംഗ്ലീഷ് പാർട്ടുകളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഇമേജ് ഒക്കെ വെച്ച് പഠിക്കാം അല്ലേ, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോഡലാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇത് ഈസിയാണോ, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും അറിയിക്കുക കേട്ടോ കമൻറ്റിലൂടെ. എന്നാലാണ് നമുക്ക് തുടർന്നും ഇതുപോലെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞുതരാം. ഇങ്ങനെയൊക്കെ ഇമേജ് വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യത്തെ ചോദ്യം, മോഡേൺ ടെക്നോളജി മേക്സ് ഇറ്റ് ഈസിയർ ദാൻ എവർ ടു ഈവ്സ്ഡ്രോപ്പ് ഓൺ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. ഫൈൻഡ് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ദ അണ്ടർലൈൻഡ് വേർഡ്. എന്താണ് അണ്ടർലൈൻഡ് വേർഡ് എന്ന് പറയുന്നത്? ഇതായിരുന്നു കേട്ടോ, ഈവ്സ്ഡ്രോപ്പ്. അപ്പോൾ ആ ഒരു വാക്കിൻ്റെ മീനിങ്ങിനോട് അടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കി. ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡൈവേഴ്സ് ഗ്രൂപ്പ് സൈമിൾട്ടേനിയസ്ലി, ടു സ്റ്റേ എവേ ഫ്രം എ കോൺഫിഡൻഷ്യൽ ഡിസ്കഷൻ, ടു ഗിവ് സം സ്പേസ് ഫോർ പ്രൈവറ്റ് കോൺവെർസേഷൻ, ടു ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ. ഓക്കെ, എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഈവ്സ്ഡ്രോപ്പ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് അല്ലെ, ആ വേർഡിൻ്റെ ക്ലോസസ്റ്റ് മീനിങ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. മോഡേൺ ടെക്നോളജി മേക്സ് ഇറ്റ് ഈസിയർ ദാൻ എവർ ടു ഈവ്സ്ഡ്രോപ്പ് ഓൺ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് മനസ്സിലാവണം? ഈവ്സ്ഡ്രോപ്പ് എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ടു ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ. നോക്കൂ, ഈ പിക്ചർ ഒന്ന് നോക്കൂ. എന്താണ് ഇവിടെ? രണ്ട് പേര് സംസാരിക്കുന്നു അല്ലേ, അപ്പോൾ അടുത്ത ആളത് എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. അതായത് ഇവർ തമ്മിലുള്ള ഈ പ്രൈവറ്റ് കോൺവെർസേഷൻ മറ്റൊരാൾ സീക്രട്ട്ലി കേൾക്കുന്നു. അതിനെയാണ് ഈവ്സ്ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അതെങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടി പറ്റും? അതിന് നമുക്ക് ഇയർ ഡ്രോപ്പ്, ഇയർ അല്ലേ, നമ്മുടെ ഇയർ ഡ്രോപ്പ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? സീക്രട്ട് ആയിട്ടുള്ള കാര്യം കേൾക്കാൻ വേണ്ടി അല്ലേ, സീക്രട്ട്ലി കേൾക്കാൻ വേണ്ടി എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു വേർഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈവ്സ്ഡ്രോപ്പ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സീക്രട്ട്ലി അല്ലെങ്കിൽ പ്രൈവറ്റ് കോൺവെർസേഷൻ, ദെൻ ലിസൺ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഒരു വാക്ക് ഈവ്സ്ഡ്രോപ്പ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ, ലിസൺ ഇൻ സീക്രട്ട്ലി. ഓക്കെ, അടുത്ത ചോദ്യം. ഡു യു റിമെമ്പർ ദ പാസഞ്ചർ dash traveled yesterday without a ticket? Choosable the suitable relative pronoun from the options given below. Relative pronoun ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഏതാണ് റിലേറ്റീവ് പ്രോനൗൺ വരിക? ഹും, ഹൂ, ഹൂസ്, വിച്ച്. ഏതാണ്? ഹൂ ആണ് വരുന്നത് അല്ലേ, ഹൂ. അതായത് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഹൂ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു പേഴ്സണ് വേണ്ടിയിട്ടാണ് അല്ലേ. ഇവിടെ പറയുന്നത് പാസഞ്ചറാണ് ഇവിടെ സബ്ജക്റ്റ് വരുന്നത് അല്ലേ. നോക്കിയേ, ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ട്രാവൽഡ് യെസ്റ്റർഡേ. ഇന്നലെ സഞ്ചരിച്ച ആ പാസഞ്ചറിനെ, ടിക്കറ്റ് ഇല്ലാതെ സഞ്ചരിച്ച ആ പാസഞ്ചറിനെ നിങ്ങളിപ്പോഴും ഓർമ്മിക്കുന്നുണ്ടോ? അപ്പോൾ അവിടെ ഒരു വ്യക്തി, ഒരു പേഴ്സണെയാണ് പറയുന്നത്. അതുകൊണ്ട് എന്ത് പറയുന്നു? ഹൂ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അപ്പം പീപ്പിൾ എന്നത് പറയുമ്പോൾ ഹൂ സബ്ജക്റ്റ് ആണെങ്കിൽ, ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കതിന് എന്ത് യൂസ് ചെയ്യാം? ഹും യൂസ് ചെയ്യാം. ഓക്കെ, ഹൂസ് എന്ന് പറയുന്ന എന്തെങ്കിലും പൊസഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഹൂസ് യൂസ് ചെയ്യാം. വിച്ച് എന്ന് പറയുമ്പോൾ അവിടെ അനിമൽസ്, തിങ്സ് എന്നതിന് വേണ്ടിയിട്ടാണ് വിച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു പേഴ്സൺ ആയതുകൊണ്ടാണ് ആൻസർ ഏത് വന്നത്? ഹൂ വന്നത്. കണ്ടോ, ഒരു പേഴ്സൺ ആയതുകൊണ്ടാണ് ഇവിടെ ഹൂ വന്നത്. ഓക്കെ, അപ്പോൾ തിങ്, അനിമലൊക്കെ ആണെങ്കിൽ വിച്ച് ആയിരുന്നു വരേണ്ടിയിരുന്നത്. അടുത്ത ചോദ്യം. Martin ate the dash amount of shawarma at the party, preferring to snack on vegetables. Choose the superlative form of the adjective from the options. Superlative form ആണ്. ഏതാണ് സൂപ്പർലേറ്റീവ് വരുന്നത്? സൂപ്പർലേറ്റീവ് ഫോം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി, ലീസ്റ്റ് ആണ് അല്ലേ, ലീസ്റ്റ്. ഫ്യൂ, ലിറ്റിൽ, ലീസ്റ്റ്. ഫ്യൂ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണ്, പീപ്പിളിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യും അല്ലേ. ലിറ്റിൽ എന്ന് പറയുന്ന അൺകൗണ്ടബിൾ ആണ്, തിങ്സിന് വേണ്ടി യൂസ് ചെയ്യും. ദ ലീസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ആണ്, ഏറ്റവും സ്മോളസ്റ്റ് എമൗണ്ട് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലീസ്റ്റ്. ഇനി വേറെ ലിറ്റിൽ നമുക്ക് എങ്ങനെ പറയാം? സ്മോൾ എമൗണ്ട് ആയിട്ടുള്ള അൺകൗണ്ടബിൾ നമ്മൾ ആദ്യം പറഞ്ഞു. ലെസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ, ലെസ് ദാൻ, മോർ ദാൻ എന്നൊക്കെ പറയും കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ലീസ്റ്റ് എന്ന് പറയുമ്പോൾ സ്മോൾ എമൗണ്ട് ഓഫ് എല്ലാത്തിൻ്റെയും അല്ലേ, അവിടെ സൂപ്പർലേറ്റീവ് ആണ് വരുന്നത്. ഇവിടെ ഏതാ വരുന്നത്? നമ്മുടെ ആൻസർ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഷവർമ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ലീസ്റ്റ്.
ഇവിടെ ഒരു പാർട്ടിയിൽ മാർട്ടിൻ്റെ എമൗണ്ട് ഓഫ് ഷവർമ അല്ലേ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്മോളസ്റ്റ് ഡിഗ്രി എന്ന് അങ്ങനെ സൂപ്പർലേറ്റീവ് ഫോമിൽ വരുമ്പോൾ ഏതാണ് വരുന്നത്? ലീസ്റ്റാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇത് ജസ്റ്റ് ഷവർമയുടെ പിക്ചർ മാത്രമാണ് എനിക്ക് ആ ഒരു രീതിയിൽ കിട്ടിയുള്ളൂ കേട്ടോ. അടുത്തത്, pursuing a graduate degree from a reputable institution these days can cost an arm and a leg. Identify the meaning of the idiom underline. An arm and a leg എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ് എന്നതാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ സി എക്സ്പെൻസീവ് ആണ്. നോക്കിയേ, ഈ ഒരു പിക്ചർ നോക്കിയേ, ആൻ ആം ആൻഡ് എ ലെഗ് എക്സ്പെൻസീവ് ആണ് അല്ലേ. ഒരു കൈയും ഒരു കാലും നമുക്ക് അത്രത്തോളം വിലയുണ്ട് എന്ന രീതിയിൽ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അത് എക്സ്പെൻസീവ് ആണ്, വെരി ലാർജ് എമൗണ്ട് ഓഫ് മണി അല്ലെങ്കിൽ വെരി എക്സ്പെൻസീവ്, ഓക്കെ, അല്ലെങ്കിൽ വെരി കോസ്റ്റ്ലി എന്നൊക്കെ ഏത് പറയും? ആൻഡ് ആം ആൻഡ് എ ലെഗ് എന്ന് പറയും. ഇപ്പം ബൈയിങ് എ കാർ ദീസ് ഡേയ്സ് കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. എക്സ്പെൻസീവ് ആണ് എന്ന രീതിയിൽ അത് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ അല്ലേ. ഇതിൽ ബാക്കി നോക്കി അഫോർഡബിൾ എന്ന് പറയുമ്പോൾ ചീപ്പായിട്ട് നമുക്ക് പറയാം അല്ലേ, അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇക്കണോമിക്കൽ എന്ന് പറയുമ്പോൾ മണി സേവിങ് ആണ്. ഇൻഎക്സ്പെൻസീവ് എന്ന് പറയുമ്പോഴും എക്സ്പെൻസ് ഒന്നുമില്ല, ചീപ്പ്, ഏറ്റവും ചീപ്പായിട്ടുള്ളതാണ് എക്സ്പെൻസീവ്. കുറച്ചും കൂടി ഓക്കെ ആണ്, ഫെയർ ആണ് എന്നുള്ളതിന് നമുക്ക് അഫോർഡബിൾ പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ എപ്പോഴും PSC ചോദിക്കുന്ന വേറെ ഇഡിയംസ് ഏതൊക്കെയാണ്? വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ അല്ലേ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത് എന്താണ്? വെരി റെയർലി എന്നതുകൊണ്ട്. ഓക്കെ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് ചോദിച്ചാൽ എന്താണ് അർത്ഥം? വെരി റെയർലി എന്നാണ്. ഓക്കെ, ദെൻ അണ്ടർ ദ വെതർ, അണ്ടർ ദ വെതർ എന്ന് പറയുന്നത് സിക്കിനെ ആട്ടോ അണ്ടർ ദ വെതർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Which one of the following words is an example of a compound word consisting of a verb plus adverb pattern? Verb adverb പാറ്റേണിലുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ബ്രേക്ക് ത്രൂ, ഡ്രൈ ക്ലീൻ, വൈറ്റ് വാഷ്, സെയിൽ ബോട്ട്. വെർബ് ആഡ്വെർബ് ആ പാറ്റേണിലുള്ളത് ഏതാണ്? ഓപ്ഷൻ എ ബ്രേക്ക് ത്രൂ ആണ്. ബ്രേക്ക് എന്ന് പറയുമ്പോൾ വെർബ്, ത്രൂ എന്ന് പറയുമ്പോൾ ആഡ്വെർബ് അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ എന്ന് പറയാം അല്ലേ. അപ്പോൾ അത് ബ്രേക്ക് ത്രൂ, അതിനാണ് ഈ ഒരു പാറ്റേണിലാണ് ഇത് വെർബ് പ്ലസ് ആഡ്വെർബ് വരുന്നത്. ബാക്കി ഓപ്ഷൻ ബി ഡ്രൈ ക്ലീൻ. ഡ്രൈ എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ് ആണെന്ന് പറയാം അല്ലേ, ക്ലീൻ വെർബാണ്, അപ്പോൾ അത് വരില്ല. ദെൻ വൈറ്റ് വാഷ് അഡ്ജക്റ്റീവും വെർബുമാണ് വൈറ്റ്. ഓക്കെ, സെയിൽ ബോട്ട് എന്ന് പറയുമ്പോൾ അവിടെ നൗണുമാണ് വരുന്നത് അല്ലേ, സെയിൽ ബോട്ട്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ബ്രേക്ക് ത്രൂ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞു പോയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ഓക്കെയാണ്. ഏതാണ് ഓക്കെ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ട്രയൽ എന്ന രീതിയിലാണ് 5 ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത് ഇതിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പറിനെയും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.